പ്രിയമുള്ളവരെ, ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഇപ്പോഴും ഏകപക്ഷീയമായ അക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഫലസ്തീനയോട് ഐക്യപ്പെട്ടുകൊണ്ട് സംസാരിക്കും. ഇസ്രായേലിനെതിരെ നമ്മൾ നിലപാടെടുക്കും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതിയാണ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം എന്ന് പറയുന്നത്. വ്യാപകമായി പ്രചരണങ്ങൾ നടക്കാറുണ്ട്. ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടീസുകളും മറ്റുമൊക്കെ നമ്മൾ കാണാറുമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഈ ഉൽപ്പന്ന ബഹിഷ്കരണ സമരത്തിൽ നമ്മൾ പങ്കാളികളാവുന്നുണ്ട് എന്നത് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ചിലരൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ എന്ന്. നമ്മൾ പരിശ്രമിച്ചെങ്കിലെങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ. നമ്മൾ പരിശ്രമിക്കണം. ചില ആളുകളൊക്കെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. അവരുടെ കടകളിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഒഴിവാക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ വേറെ, വ്യക്തിപരമായ ജീവിതം വേറെയാണ്. നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി താൽക്കാലികമായി നമ്മൾ കൈക്കൊള്ളണം. ഇത് താൽക്കാലികമാണ്. അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ ഇതൊരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. യുദ്ധമൊക്കെ അവസാനിച്ച് ശാന്തിയുടെ ഒരു ലോകക്രമം വരുമ്പോൾ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇപ്പോൾ ഇസ്രായേലിനെ മര്യാദ പഠിപ്പിക്കാൻ നമ്മളാൽ കഴിയുന്ന ഒരേ ഒരു പ്രവർത്തനം ഈ ബഹിഷ്കരണം മാത്രമേ ഉള്ളൂ. കച്ചവട സ്ഥാപനങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ടത്, ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ പാടെ ബഹിഷ്കരിച്ചുകൊണ്ട് അവർക്ക് ഒരുപക്ഷെ കച്ചവടം നടത്താൻ സാധ്യമായി എന്ന് വരില്ല. അങ്ങനെ പറയുന്നതും ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ കടകളിൽ ഉള്ളതോടൊപ്പം ബദൽ സംവിധാനങ്ങൾ കൂടി ബദൽ ഉൽപ്പന്നങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഒരാൾ വന്നൊരു സാധനം ചോദിക്കുമ്പോൾ നമുക്ക് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ഇത് ഇസ്രായേൽ ഉൽപ്പന്നമാണ്, നമ്മൾ ഫലസ്തീനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ബദൽ ഇന്ന സാധനമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളിൽ ഒരു അവബോധം ഉണ്ടാവും. ഒപ്പം തന്നെ അദ്ദേഹം മറ്റു ഉൽപ്പന്നങ്ങളിലേക്ക് മാറുകയും ചെയ്യും. ഇതാണ് സമരത്തിന്റെ രീതി. ഇനി ഒരാൾക്ക് അതല്ല, ഇസ്രായേലിന്റെ സാധനം തന്നെ മതി എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് അത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ കച്ചവടക്കാർ ആ ഒരു ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ അത് അവർക്ക് പ്രയാസകരമായി മാറില്ല. അതേ അവസരത്തിൽ ചിലരൊക്കെ ഇതൊന്നും സാധ്യമല്ല, ബഹിഷ്കരണമൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരുണ്ട്. ആ ഒരു ശൈലി നമ്മൾ സ്വീകരിക്കരുത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവമില്ലാത്ത വിധം ഇസ്രായേൽ ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ യഥേഷ്ടം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കടന്നു വരണം ഈ അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളി. കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന മാതാക്കൾ, കൈകാലുകൾ, തലച്ചോറ് ചിതറിപ്പോയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഉൽപ്പന്ന ബഹിഷ്കരണം ഒരു സമരമാർഗമായി നമ്മൾ സ്വീകരിക്കണം.